ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസ് ഇത്തവണ മാറ്റി പിടിച്ചിരിക്കുകയാണ്. 4 പേരെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞത്. പവർ റൂമിന്റെ അടുത്ത് 2 പേരെയും ബാക്കിയുള്ള മത്സരാർത്ഥികൾ ചേർന്ന് 2 പേരെയും, അങ്ങനെ 4 പേരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സാധാരണ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ അനുസരിക്കാറില്ല. നിങ്ങളുടെ പ്ലാനിംഗ് പോലെയാണ് നിങ്ങൾ ജയിലിലേക്ക് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാറ്. ഈ വീട്ടിൽ ആക്റ്റീവ് അല്ലാതെയും ഈ വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് തോന്നുന്നവരും ഈ വീട്ടിൽ ഒന്നിനും ഒരു ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരെയുമാണ് ഇവിടെ നോമിനേറ്റ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ബിഗ് ബോസ് ഓർമ്മിപ്പിച്ചു. എന്നിരുന്നാലും പവർ റൂം നോമിനേറ്റ് ചെയ്ത 2 വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് ജിൻഡോയെയും ഒന്ന് നമ്മുടെ ഗബ്രിയെയുമാണ്. ജിൻഡോയും ഗബ്രിയുമാണ് പവർ ടീമിന്റെ നോമിനേഷൻ. 2 പേരും ആക്റ്റീവ് അല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ജിൻഡോയൊക്കെ ആക്റ്റീവ് അല്ല എന്നുള്ള കാരണം കൊണ്ടല്ല നോമിനേറ്റ് ചെയ്തത്. ജിൻഡോയുടെ വായിൽ നിന്ന് മോശം വാക്ക് വന്നു, അസുഖത്തെക്കുറിച്ച് കളിയാക്കിക്കൊണ്ട് ജിൻഡോ സംസാരിച്ചു, അതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് സായി പറഞ്ഞത്. അവിടെ ഗബ്രി ഈ ആഴ്ച കുറച്ച് വീക്കായിരുന്നു, ഗെയിമിലേക്ക് നന്നായി വരണം എന്നുള്ളത് കൊണ്ടാണ് ഗബ്രിയെ നോമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് സായി അവിടെ പറഞ്ഞത്. എന്തായാലും ബാക്കിയുള്ള മത്സരാർത്ഥികളിൽ എല്ലാവർക്കും 3 വോട്ട് വീണിട്ടുണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് മാത്രമാണ് ഇത്തിരി ഓരോ വോട്ട് കൂടുതൽ വന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ റസ്മിന് 3 വോട്ട്, സിജോയ്ക്ക് 4 വോട്ട്, അൻസിബയ്ക്ക് 3 വോട്ട്, അർജുന് 3 വോട്ട്, അപ്സരയ്ക്ക് 3 വോട്ട്, അവിടെ നോറയ്ക്ക് 3 വോട്ട്, പിന്നെ അഭിഷേകിനെയാണ് 5 വോട്ടുകൾ വന്നത്. എല്ലാവർക്കും 3 വോട്ടുകളായിരുന്നു. ലാസ്റ്റ് വോട്ട് ചെയ്ത് അങ്ങനെ 2 പേര് അങ്ങനെ കഷ്ടിച്ച് ഉള്ളിലേക്ക് കടന്നു. അതിന് സിജോയ്ക്ക് 4 വോട്ടും അഭിഷേകിന് 5 വോട്ടും. അങ്ങനെ ഇവർ 2 പേരും അങ്ങനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട 4 പേർ എന്ന് പറയുന്നത് ഗബ്രി, ജിൻഡോ, സിജോ ആൻഡ് അഭിഷേക്. 4 പേരാണ്. 4 മല്ലന്മാരാണ് ജയിലിലേക്ക് പോകുന്നത് എന്നാണ് അവിടെ പറയുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് 4 പേരെ വെച്ചുകൊണ്ട് ഒരു ഗെയിം പ്ലാൻ ചെയ്യും. അതിൽ വിജയിക്കുന്ന 2 പേരെ പുറത്താക്കുകയും 2 പേര് തോൽക്കുന്ന 2 പേര് ജയിലിലേക്ക് പോവുകയും ആയിരിക്കണം ബിഗ് ബോസിന്റെ പ്ലാൻ. അല്ലാതെ ഇവരെ 4 പേരെയും ഒരുമിച്ച് ജയിലിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ മുൻ സീസണുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ 3 പേരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത് അതിൽ നിന്ന് ജയിക്കുന്ന ഒരാൾ രക്ഷപ്പെടുകയും ബാക്കി 2 പേര് ജയിലിലേക്ക് പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇത്തവണ 4 പേരെ വെച്ച് ഗെയിം വെച്ച് 2 പേര് രക്ഷപ്പെടും, 2 പേര് ജയിലിലേക്ക് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് നോക്കാം.